നമുക്കറിയാം, കേരളത്തിൻ്റെ പുണ്യമായ ഒരു മുഖ്യമന്ത്രിയായിരുന്നു BS അച്യുതാനന്ദൻ. അദ്ദേഹം നമ്മോട് വിട പറഞ്ഞിരിക്കുകയാണ്. പക്ഷെ അദ്ദേഹം വിട പറയുമ്പോഴും അദ്ദേഹം വിട പറഞ്ഞതിന് ശേഷം വിവാദങ്ങളുടെ ഒരു പെരുമഴ ഇവിടെ തീർന്നിരിക്കുകയാണ്. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കേരളത്തിലെ ജനത ഇത്രയും നെഞ്ചിലേറ്റിയ ഒരു രാഷ്ട്രീയ നേതാവ് BS അച്യുതാനന്ദനല്ലാതെ മറ്റാരും അല്ല. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എന്നും അദ്ദേഹം ജനപക്ഷത്തായിരുന്നു. അദ്ദേഹം മുഖ്യമന്ത്രിയായിരുന്ന കാലഘട്ടത്തിൽ പോലും അദ്ദേഹവും പാർട്ടിയുമായി ഒരുപാട് അഭിപ്രായമുണ്ട്. അത് എന്തൊക്കെയാണ് നടന്നുവെന്ന് നമുക്കറിയാൻ സാധിക്കില്ല. എങ്കിലും നമുക്ക് കാണാൻ സാധിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പത്രമാധ്യമങ്ങളിലൂടെയും ദൃശ്യമാധ്യമങ്ങളുടെയും അഭിപ്രായ ഭിന്നതകളുടെ പല കൊട്ടാര കഥകളും നമുക്ക് പുറത്തു വന്നു. നമ്മൾ കണ്ടു, കേട്ടു, വായിച്ചു. അതിലെത്ര ശരിയുണ്ട് തെറ്റുണ്ട് എന്ന് നമുക്കറിയില്ല. പക്ഷേ എങ്കിലും ഏറ്റവും അധികമായി ഇപ്പം ചർച്ച നടക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നത്, മുതിർന്ന CPM നേതാവ് തന്നെയായ പിരപ്പൻകോട് മുരളിയുടെ പ്രസ്താവനയാണ്. അദ്ദേഹത്തിന് ആലപ്പുഴ സമ്മേളനത്തിൽ വച്ച് ഏതോ ഒരു യുവ നേതാവ് മുഖ്യമന്ത്രി BS അച്യുതാനന്ദനെ ക്യാപിറ്റൽ പണിഷ്മെന്റ് കൊടുക്കണം എന്ന് പറഞ്ഞു എന്നുള്ള ഒരു വാർത്ത, അതാണ് അദ്ദേഹം പങ്കുവച്ചത്. ആ ചെറുപ്പക്കാരൻ ആരാണെന്ന് അറിയില്ല, എന്തായാലും ഏതോ ഒരു യുവ നേതാവ്. അതുപോലെ നമുക്കറിയാം, ഇടതുപക്ഷത്തിന്റെ MP-യും 2 പ്രാവശ്യം MLA-യും ഒക്കെ ആയ വളരെ ഏറ്റവും സൗമ്യമായ ഇടതുപക്ഷത്തിന്റെ ഏറ്റവും സൗമ്യ മുഖങ്ങളിൽ ഒന്നാണ് സുരേഷ് കുറുപ്പ് എന്നുള്ള വളരെ തത്വചിന്തകനായ ഒരു വളരെ മാന്യനായ ഒരു വ്യക്തിയാണ് സുരേഷ് കുറുപ്പ്. അദ്ദേഹത്തിന്റെ അഭിപ്രായത്തിൽ പോലും ആരോ ഒരു യുവതി, ഒരു കൊച്ചു പെൺകുട്ടി അദ്ദേഹത്തിനെതിരെ സംസാരിച്ചു എന്നുള്ള അഭിപ്രായങ്ങൾ വന്നു. അപ്പോൾ നമ്മൾ ക്യാപിറ്റൽ പണിഷ്മെന്റ് എന്ന് പറയുന്ന വധശിക്ഷയാണ്. പക്ഷേ വധശിക്ഷ എന്ന് പറയുന്നത് ആ അർത്ഥത്തിലായിരിക്കില്ല ഉദ്ദേശിക്കുന്നത്. ചിലപ്പോൾ മറ്റുള്ള എതിർ ഗ്രൂപ്പിന്റെ ഒരു പ്രീതി കിട്ടുവാൻ പറഞ്ഞിട്ടുള്ളതായിരിക്കാം. അല്ലെങ്കിൽ അദ്ദേഹം പാർട്ടിക്ക് അതീതമായി വളർന്ന നേതാവ്. കാരണം പാർട്ടിയുടെ വശത്തില്ല അദ്ദേഹം നിന്നത്. എപ്പോഴും BS അച്യുതാനന്ദൻ എന്ന നേതാവ് ജനങ്ങളുടെ വശത്തായിരുന്നു. അദ്ദേഹം ജനകീയനായിരുന്നു. ജനങ്ങളുടെ ഓരോ പ്രശ്നങ്ങളിലും അദ്ദേഹം പാർട്ടിക്ക് അതീതനായി വളർന്ന ഒരു നേതാവാണ്. ആ വ്യക്തിയാണ് ജനങ്ങൾ സ്നേഹിച്ചത്. പാർട്ടിയെക്കാളുപരി അദ്ദേഹം ഒരു ഇടതുപക്ഷ നേതാവ്, ഇടതുപക്ഷ പ്രസ്ഥാനത്തിൽ വളർന്നു വന്നയാളാണ്. കറകളഞ്ഞ ഇടതുപക്ഷക്കാരനാണ്. പക്ഷെ എങ്കിലും അദ്ദേഹത്തെ ജനങ്ങൾ സ്നേഹിച്ചത് രാഷ്ട്രീയത്തിന് അതീതമായി. അത് ഇടതുപക്ഷത്തിലും കോൺഗ്രസിലും BJP-യിലും ഒക്കെ ഉള്ള ആൾക്കാർ BS അച്യുതാനന്ദനെ വളരെയധികം സ്നേഹിച്ചു. അപ്പോൾ അദ്ദേഹത്തിനെതിരെയുള്ള ഏതൊരു പ്രസ്താവനകളും നമുക്കറിയാം, പല പ്രാവശ്യം അദ്ദേഹത്തിന് സീറ്റ് കൊടുക്കാതെ വന്ന അവസ്ഥകളും അതിനെതിരെ ജനങ്ങൾ പ്രതിഷേധത്തിന് ഇറങ്ങിയതും ഒരുപാട് പ്രശ്നങ്ങൾ നമ്മൾ പത്രമാധ്യമങ്ങളിലൂടെ എന്തൊക്കെയാണ് പാർട്ടിയിൽ നടക്കുന്നതെന്ന് നമുക്കറിയാൻ സാധിക്കില്ല. പക്ഷേ ഇങ്ങനെയുള്ള വാർത്തകൾ ധാരാളം നമ്മൾ വായിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ വാർത്തകളും, അതായത് സുരേഷ് കുറുപ്പ് പറഞ്ഞു എന്നുള്ളതും ഇങ്ങനെ സൂചിപ്പിച്ചു എന്നുള്ളതും പിരപ്പൻകോട് മുരളി പറഞ്ഞു എന്നുള്ളതൊക്കെ പത്രമാധ്യമങ്ങളിലൂടെ ദൃശ്യമാധ്യമങ്ങളിലൂടെ വരുന്ന വാർത്തകളാണ്. ഇതിൽ എത്ര ശരിയുണ്ട് എത്ര തെറ്റുണ്ട് എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. പക്ഷേ എങ്കിലും ഒരു കാര്യം, ആരെന്തു പറഞ്ഞാലും കേരളത്തിൻ്റെ ഒരു കാലത്തും BS അച്യുതാനന്ദനോട് ജനകീയനായ ഒരു മുഖ്യമന്ത്രി അല്ലെങ്കിൽ ഒരു ജനകീയനായ നേതാവ് കേരളത്തിൽ ഉണ്ടായിട്ടില്ല എന്ന് ഉറപ്പിച്ചു പറയാം. അദ്ദേഹം ആരെയും വകവച്ചിട്ടില്ല, ജനങ്ങൾക്ക് വേണ്ടി ഒന്നും ഉണ്ടാക്കിയുമില്ല. രാഷ്ട്രീയത്തിൽ വന്നെന്നറിയാൻ തികഞ്ഞ സത്യസന്ധനായ ഒരു വ്യക്തിയായിരുന്നു. അദ്ദേഹം ധാർഷ്ട്യമുള്ള വ്യക്തിയാണ്. പക്ഷെ ആ ധാർഷ്ട്യം എന്ന് പറയുന്നത് ജനങ്ങൾ ഇഷ്ടപ്പെടുന്ന ധാർഷ്ട്യമാണ്. അദ്ദേഹം അഴിമതിക്കെതിരെയാണ് ധാർഷ്ട്യം കാണിച്ചത്, അക്രമങ്ങൾക്കെതിരെയാണ് ധാർഷ്ട്യം കാണിച്ചത്. ജനകീയ പ്രശ്നങ്ങൾക്ക് വിരുദ്ധമായ ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ അതിനെതിരെയാണ് ധാർഷ്ട്യം. ആ ധാർഷ്ട്യത്തെയാണ് കേരളത്തിലെ ജനങ്ങൾ അദ്ദേഹത്തെ അകമഴിഞ്ഞ് സ്നേഹിച്ചത്. അപ്പോൾ ഒരു കാര്യം ഉറപ്പിച്ചു പറയാം, BS അച്യുതാനന്ദനോളം ഒരു ജനകീയനായ മുഖ്യമന്ത്രി കേരളത്തിൽ നേരത്തെ ഉണ്ടായിട്ടില്ല. ഇനി ഉണ്ടാകുമോ എന്ന് കണ്ടറിയാം.